Hello friends, ഞാൻ അജയ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തമിഴ് വീഡിയോ സോങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഫോട്ടോസ് ആവശ്യമാണ്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ, അതിനുശേഷം ഈ ഒരു ഫോട്ടോ, അതിനുശേഷം ഈ ഒരു ഫോട്ടോ. ഈ 3 ഫോട്ടോനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഫസ്റ്റ് നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോയും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ഫോട്ടോയും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഈ 2 ഫോട്ടോയും നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പ്രോംപ്റ്റിനെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം സെൻഡ് എന്ന് കൊടുക്കുക. സെൻഡ് ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ് നമുക്കൊരു ഫോട്ടോ ജനറേറ്റ് ആയി വരും. ഈ ഫോട്ടോനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വേറെ ഒരു ഇമേജ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ സെക്കൻഡ് സ്ക്രീൻഷോട്ടിനെ എടുത്തിട്ട് അതേപോലെ നമ്മളെ ഫോട്ടോനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് അതേപോലെ ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. അതിനുശേഷം സെൻഡ് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ വേറെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി വന്നു. ഇതേപോലെ നമുക്ക് വേറെ ഒരു ഫോട്ടോയും ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി തേർഡ് സ്ക്രീൻഷോട്ടിനെ എടുത്തിട്ട് നിങ്ങളെ ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റ് വന്നിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് എന്ന് കൊടുക്കുക. സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇതാണ് നമ്മളെ മൂന്നാമത്തെ ഇമേജ്. ഈ 3 ഇമേജിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത 3 ഇമേജിനെ വെച്ചിട്ടാണ് നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഗ്രോക്ക് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മൾ ChatGPT വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് എല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് വീഡിയോയിലേക്ക് ജനറേറ്റ് ആയി എടുക്കണം. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്യാൻസൽ വീഡിയോ എന്ന് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓട്ടോ ജനറേറ്റ് വീഡിയോ ഓൺ എന്ന് കിടക്കുന്നുണ്ട്. അതിനെ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഈ പ്രോംപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് എന്ന് കൊടുത്താൽ സെൻഡ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ വിത്തിൻ സെക്കൻഡ് നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ ഒരു വീഡിയോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ നമ്മൾ ChatGPT വഴി ബാക്കി 2 ഇമേജസിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഇമേജസിന് നമുക്ക് ഇതേപോലെ ജനറേറ്റ് ആയി എടുക്കണം. നേരത്തെ ഒരു ഇമേജ് ചെയ്ത പോലെ തന്നെ പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് എന്ന് കൊടുക്കുക. അതേപോലെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ജനറേറ്റ് ആയി വരും. ഇതേപോലെ അപ്ലോഡ് ചെയ്ത് നമുക്ക് ആ 3 ഇമേജസിനെ നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം സെപ്പറേറ്റ് ആയിട്ട്. ഈ 3 ഇമേജസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ഇനിയുള്ള ഫൈനൽ വീഡിയോ ക്രിയേറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അതും ഒറ്റ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് CapCut എന്നൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ഇമേജ് വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇത്രയും ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മാത്രം മതി, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ഭാഗങ്ങൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ ഷോർട്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് അതേപോലെ സെക്കൻഡ് ക്ലിപ്പ് വീഡിയോ നമുക്ക് ഇതേപോലെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കി റിമൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം കുറച്ച് കൊള്ളാൻ പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തു. അതേപോലെ നമുക്ക് മൂന്നാമത്തെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതിനെ നമുക്ക് ജസ്റ്റ് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ എഡിറ്റിംഗ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സ്ലോ മോഷൻ ആണെങ്കിൽ സ്ലോ മോഷൻ. ഇതേപോലെ നമ്മൾ സ്ലോ മോഷൻ എഡിറ്റിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മളെ വീഡിയോ ഇപ്പോൾ ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നേന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം എവിടെയൊക്കെ കുറച്ച് ക്രോപ്പ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും കളർ എന്തെങ്കിലും കൂട്ടാനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മളെ വീഡിയോ വന്നിട്ട് ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളെ ഫൈനൽ വീഡിയോ ഇതേപോലെ ഉണ്ടാകും. ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വന്നിട്ട് ജനറേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.